കണ്ണൂരിൽ ആർഎസ്എസുകാർ തട്ടിക്കൊണ്ടുപോയ സിപിഐഎം പ്രവർത്തകനെ മോചിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നു. ജോഷില, എങ്ങനെയാണ് മോചിപ്പിച്ചത്? പോലീസ് ഇടപെട്ടാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് സിപിഐഎം പ്രവർത്തകൻ പുതിയകത്ത് ഷാക്കിർ രക്ഷപ്പെട്ടത്. ഷാക്കിറിനെ 1 മണിക്കൂർ മുൻപായിരുന്നു നടുവിൽ ടൗണിൽ വെച്ച് RSS സംഘം തട്ടിക്കൊണ്ടുപോയത്. മർദ്ദിച്ച ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. ജീപ്പിലായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. ആലപ്പാട്ട് RSS പ്രവർത്തകൻ ആലപ്പാട്ട് ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഷാക്കിറിനെ പോയത്. പ്രജീഷ്, ഇല്ലിച്ചോട്ടിൽ രാജേഷ്, കല്ലിക്ക് ദീപു, നടുവിൽ എന്നിവരാണ് ഷാക്കിറിനെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ചുഴലി ക്രഷറിന് സമീപം വെച്ച് ഷാക്കിർ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഷാക്കിറിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷാക്കിറിന്റെ തലക്കും മേലാസകലവും പരിക്കേ ക്രഷറിലേക്ക് കൊണ്ടുപോകുന്ന വഴി രക്ഷപ്പെടുകയായിരുന്നു ഷാക്കിർ. അതിനുശേഷം സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിച്ചിരിക്കുകയായിരുന്നു. നാട്ടുകാരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഷാക്കിർ രക്ഷപ്പെടുകയായിരുന്നു. അജിംഷാദ്, തീർച്ചയായും ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നോ? അതിനിടയിൽ RSSകാർ മർദ്ദിച്ചിരുന്നോ ഷാക്കിറിനെ? ഷാക്കിർ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? തീർച്ചയായും അജിംഷാദ്, ഇതുവരെ ഷാക്കിർ ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ പോലും ഷാക്കിറിനെ ടൗണിൽ വെച്ച് തന്നെ ഈ സംഘം മർദ്ദിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ജീപ്പിലേക്ക് കൊണ്ടുപോയത്. ജീപ്പിൽ നിന്നും മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. ഇപ്പോൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. തീർച്ചയായും ഇത്തരത്തിൽ മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തൊരു സംഭവം ഒരുപക്ഷെ പോലീസ് ഈ നേരത്തെ പറഞ്ഞ ആലപ്പാട് ഷിബുവിന് എതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീകണ്ഠാപുരം ഭാഗത്താണ് പോയത് എന്ന സംശയത്താൽ ശ്രീകണ്ഠാപുരം അടക്കം ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഷാക്കിർ പോലീസ് പരാതി നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷാക്കിർ തന്നെ നേരിട്ട് പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മറ്റ് നടപടികൾ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ CM അടക്കം പങ്കെടുത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ സർവകക്ഷി സമാധാന യോഗം ചേർന്നിരുന്നു. ഇതിൽ ഇനി മുതൽ ഒരു തരത്തിലുമുള്ള ക്രമസമാധാന ലംഘനങ്ങളോ അതുപോലെ തന്നെ രാഷ്ട്രീയ ആക്രമണങ്ങളോ നടക്കില്ല എന്ന് BJP സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് തീരുമാനിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം വീണ്ടും കണ്ണൂർ ജില്ലയിൽ നടുവിൽ പഞ്ചായത്തിൽ നടന്നത്. തീർച്ചയായും ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. പൊട്ടാപ്പകൽ CPIM പ്രവർത്തകനെ കണ്ണൂർ നടുവിൽ ഒരു കൂട്ടം RSSകാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പോകവേ ജീപ്പിൽ നിന്ന് ഷാക്കിർ എന്ന CPIM പ്രവർത്തകൻ രക്ഷപ്പെടുകയായിരുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ജോഷില നൽകിയത്.